നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി എം സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ആയിരക്കണക്കിന് പ്രവർത്തകരോടൊപ്പം ആവേശോജ്വലമായ പ്രകടനത്തോടെയാണ് പത്രിക സമർപ്പിച്ചത്. വിവരങ്ങളുമായി ഇപ്പോൾ PV കുട്ടൻ ചേരുന്നുണ്ട് നിലമ്പൂരിൽ നിന്ന്. കുട്ടൻ, വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പോരാട്ടത്തിന് നിലമ്പൂർ വേദിയാകുകയാണ്. LDF സ്ഥാനാർത്ഥി എം സ്വരാജ് ഇന്ന് 11 മണിയോടുകൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കേരളം കാണാൻ പോകുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ്. അവിടേക്ക് എങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് എത്തി, അവിടെ UDF എടുത്ത രാഷ്ട്രീയ നിലപാടെന്ത്, BJP എടുക്കുന്ന നിലപാടെന്ത്, ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യും. ഒപ്പം തന്നെ എം സ്വരാജ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ വ്യക്തിപ്രഭാവവും. സിജു, LDFിൻ്റെ പ്രചാരണം എം സ്വരാജ് സ്ഥാനാർത്ഥിയെ വന്ന ഘട്ടം മുതൽ തന്നെ LDFിൻ്റെ പ്രചാരണ രംഗത്ത് LDFിന് വലിയൊരു മേൽക്കോയ്മയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എം സ്വരാജ് നോമിനേഷൻ സമർപ്പിച്ചിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ തഹസിൽദാർ മുമ്പാകെ അദ്ദേഹം നോമിനേഷൻ സമർപ്പിച്ചത്. മുതിർന്ന CPM നേതാക്കൾ, LDF നേതാക്കൾക്കൊപ്പം അതോടൊപ്പം തന്നെ പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി എത്തിയാണ് സ്വരാജ് നോമിനേഷൻ സമർപ്പിച്ചത്. അതിനുശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രി നിലമ്പൂരിലെത്തിയതും അദ്ദേഹത്തിൻ്റെ വാക്കുകളുമൊക്കെ നിലമ്പൂരിലെ ജനതയ്ക്ക് വലിയ ആവേശം പകർന്നുവെന്ന് സ്വരാജ് പറയുന്നു. നന്മകളെ നെഞ്ചേറ്റുന്ന നാടാണ് നിലമ്പൂരും കേരളവും ഒക്കെ. അതുകൊണ്ട് LDFിൻ്റെ വിജയം ഈ കഴിഞ്ഞ 9 വർഷക്കാലമായി നടത്തിവരുന്ന വലിയ വികസന പ്രവർത്തനങ്ങളുണ്ട് LDFിൻ്റെ, അതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ LDFിൻ്റെ വിജയം സുനിശ്ചിതമാണെന്നും എം സ്വരാജ് പറഞ്ഞു. ഇന്ന് നിലമ്പൂർ മേഖലയിൽ, നിലമ്പൂർ നഗരസഭയുടെ പരിധിയിലാണ് എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥി പര്യടനം. ഈ നോമിനേഷൻ സമർപ്പിച്ചതിന് ശേഷം അദ്ദേഹം വീണ്ടും പര്യടനത്തിൻ്റെ തിരക്കിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഓരോ മേഖലയിലും ഇന്ന് വലിയ ആവേശം നിറഞ്ഞ പ്രചാരണങ്ങളാണ് LDFിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി നിലമ്പൂരിനെ ആകെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ സന്ദർശനം കഴിഞ്ഞു അദ്ദേഹം. അതിനുശേഷം ഇന്ന് മുതൽ പഞ്ചായത്ത് തലത്തിലുള്ള കൺവെൻഷനുകളാണ്. CPIMൻ്റെയും LDFിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് ഈ കൺവെൻഷനുകൾക്കകത്തൊക്കെ പങ്കെടുക്കുന്നത്. അങ്ങനെ വളരെ സജീവമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്താണ് LDF. UDF നമുക്കറിയാം, നേരത്തെ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടം മുതൽ തന്നെ UDFിനകത്തുള്ള പ്രശ്നങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം കമ്മിറ്റി യോഗത്തിനകത്ത് ഈ VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ, പ്രതിപക്ഷ നേതാവ് ഏകാധിപതിയെ പോലെ പെരുമാറുന്നു എന്നുൾപ്പെടെയുള്ള ധാർഷ്ട്യമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അങ്ങനെയുള്ള നിരവധിയായ വിമർശനങ്ങൾ ഉയർന്നു വരുന്നു. ഇവിടെ മണ്ഡലത്തിലാണെങ്കിൽ BV പ്രകാശിൻ്റെ, അതോടൊപ്പം തന്നെ ജോയിയുടെ വിഭാഗം ആൾക്കാരൊക്കെ ആര്യാടൻ ഷൗക്കത്തിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് രഹസ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് PV അൻവറും UDFിനോട് പൂർണ്ണമായും ഇടഞ്ഞുകൊണ്ട്, അതായത് VD സതീശനോടും ആര്യാടൻ ഷൗക്കത്തിനോടും യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് PV അൻവർ മത്സരിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. അൻവർ അല്പസമയം കഴിഞ്ഞാൽ ഇവിടെ തന്നെ ആ നോമിനേഷൻ സമർപ്പിക്കും. അത്തരത്തിലാകെ ഒരു നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ട ഒരു മുന്നണിയാണ് UDF എന്ന് നിലമ്പൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി കേരളം കണ്ടതാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എടുത്ത നിലപാടുകളെക്കുറിച്ച് ഒരു ജൂനിയർ MLA അൻവറിനോട് പോയി ചർച്ച നടത്തേണ്ടത് എങ്ങനെയെന്ന് സ്ഥാനാർത്ഥി, അതായത് VD സതീശൻ പ്രതിപക്ഷ നേതാവ് തന്നെ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എങ്ങനെയാണ് UDF എന്ന് പറയുന്ന സംവിധാനം പരാജയപ്പെടുന്നത്? ലീഗിനടക്കം പ്രതിഷേധവുമായി രംഗത്ത് വരേണ്ട സാഹചര്യം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പ് വാട്ടർലൂ എന്ന് തന്നെ പറയാം UDFിനെ സംബന്ധിച്ച്. എങ്ങനെയാണ് ഒരു മുന്നണി സംവിധാനം ആകരുത് എന്നതിന് ഉദാഹരണം കൂടിയാവുകയാണ് UDF സംവിധാനം നിലമ്പൂരിൽ. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇവിടെ സ്വരാജ് കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ മാധ്യമങ്ങൾക്ക് പോലും തമസ്കരിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി നിലമ്പൂരിൽ കളം നിറഞ്ഞു നിൽക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾ ഒന്നാകെ നിലമ്പൂരിലെ ആ സ്ഥാനാർത്ഥിയെ, LDF സ്ഥാനാർത്ഥി സ്വരാജിനെ ഏറ്റെടുക്കുകയാണ്. അതാണ് കഴിഞ്ഞ ദിവസം കൺവെൻഷനിൽ കണ്ടത്, ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം കാണാൻ കഴിയുന്നത്. രണ്ട് കാര്യങ്ങൾ: UDF എന്ന് പറയുന്ന തകർന്ന സംവിധാനം, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ വലിയ തകർച്ച, വലിയ പരാജയം. ഒപ്പം തന്നെ അച്ചടക്കമുള്ള, സംഘടനാശേഷിയുള്ള ഒരു സംവിധാനം എന്ന രീതിയിൽ പാർട്ടി CPM, അതോടൊപ്പം തന്നെ LDF എന്ന് പറയുന്ന മുന്നണി കെട്ടുറപ്പോടുകൂടി പോകുന്നു. അതിന് സ്വരാജ് എന്ന് പറയുന്ന കരുത്തനായ സ്ഥാനാർത്ഥി വരുന്നു. അതെല്ലാം കൃത്യമായി നിലമ്പൂരിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. സിജു, സ്വരാജ് എന്നുള്ള പേര് തന്നെയാണ് LDFിൻ്റെ ആവേശത്തിനും അതോടൊപ്പം തന്നെ UDFിൻ്റെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിക്കും ഇടയാക്കിയിരിക്കുന്നത്. കാരണം സ്വരാജ് സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുമെന്ന് UDFിൻ്റെ നേതാക്കൾ ആരും പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ടാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത പരിഹാസങ്ങൾ പോലും UDFിൻ്റെ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പക്ഷേ സ്വരാജ് ഇവിടെ സ്ഥാനാർത്ഥിയായി സ്വരാജിനെ CPIM അവതരിപ്പിക്കുന്നു. LDFിൻ്റെ സ്ഥാനാർത്ഥി സ്വരാജ് രംഗത്ത് വരുന്നു. അതോടുകൂടി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രമാകെ മക്കളുടെ ജനന സർട്ടിഫിക്കറ്റിൽ രക്ഷിതാക്കളെന്ന് ചേർക്കണമെന്ന് ഹൈക്കോടതി.
അതോടൊപ്പം അച്ഛൻ, തന്നെ അമ്മ എതിർ എന്നീ രാഷ്ട്രീയ കോളങ്ങൾ പാർട്ടിയുടെ ഒഴിവാക്കണം. നേതാക്കൾ പോലും സ്വരാജിനെ നിർണായക സ്വാഗതം ഉത്തരവ് ചെയ്തു. ട്രാൻസ് രാഷ്ട്രീയപരമായ ദമ്പതികൾ അഭിപ്രായ സമർപ്പിച്ച വ്യത്യാസമുണ്ടെങ്കിലും വ്യക്തിപരമായും ഒരു നേതാവെന്ന നിലയിലും എം സ്വരാജ് ഏറ്റവും കഴിവുള്ള വ്യക്തിയാണെന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾപ്പെട്ട അതായത് അമ്മ പ്രസിഡന്റായി മോഹൻലാൽ തുടരും. സിദ്ദിഖിന് പകരം പുതിയ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കും. അമ്മ ജനറൽ ബോഡി യോഗം 22. റോഡ് ഷോ ഒക്കെ നിലമ്പൂർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ ജനമുന്നേറ്റമായി മാറുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 2 ജില്ലകളിൽ യെല്ലോ അലർട്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷം. പി.വി. അൻവറിനെ അന്വയിപ്പിക്കുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ അയക്കുന്നു. രാഹുൽ അവിടെ എത്തുന്ന ദൃശ്യങ്ങൾ അൻവറിന്റെ വീട്ടിലുള്ള ആൾക്കാരെ കൊണ്ട് വീഡിയോ പകർത്തുന്നു. ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി വീണ്ടും പ്രതിസന്ധിയിലാകുന്നു. അങ്ങനെയാണ് രാഹുലിനെ തള്ളിപ്പറയുന്ന ഘട്ടത്തിൽ സതീശനും ഏതായാലും സതീശൻ അറിയാതെ രാഹുൽ ഒരടി പോലും മുന്നോട്ട് വെക്കില്ല എന്നുള്ളത് രാഷ്ട്രീയ നിരീക്ഷകർക്ക്. എം സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി എം സ്വരാജ് നാമനിർദ്ദേശ നിലമ്പൂരിലെ രാഷ്ട്രീയ ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. ഒപ്പം തന്നെ ഉജ്ജ്വലമായ പ്രകടനത്തോടെയാണ് പത്രിക സമർപ്പിച്ചത്. നിലമ്പൂരിലെ കേന്ദ്രങ്ങളുമായി കാണുക.